നമസ്കാരം. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ ഒഴുവത്ര എന്ന് പറയുന്ന പ്രദേശത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒക്കെ അഭിമാനമായി മാറിയ ഒരു വ്യക്തിയെ, ഒരു കൊച്ചനുജനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. എന്താണ് വിശേഷങ്ങളെന്നൊക്കെ അവൻ തന്നെ നേരിട്ട് നിങ്ങളോട് പറയും. അവനെ എന്താ പേര്? മോൻ്റെ ശ്രീകാന്ത്. ശ്രീകാന്ത് എവിടെ പഠിക്കണം? ചാത്തന്നൂർ സ്കൂൾ. എത്രയിലാണ് പഠിക്കണം? 10ലാണല്ലേ? എന്താണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? നീ ആ കുളത്തിൽ നിന്ന് ആരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ. അമ്മയും ചേച്ചി. എങ്ങനെയായിരുന്നു സംഭവം എന്ന് പറയോ? ഞാന് ഇവരവിടെ പോയി. എത്ര മണിക്കാ പോയത്? ഒരു 4 മണി. വൈകിട്ട് 4 മണിക്ക്. അപ്പൊ ഞാൻ ഇവിടുന്ന് കണ്ടു ഇവരെ. അപ്പൊ ഞാൻ വെറുതെ പോയതാ. അപ്പൊ ഇവര് തോട് കിടക്കണുള്ളൂ. എന്നിട്ട് അപ്പത്തിന് ഇവര് ഇറങ്ങി, വെള്ളത്തേക്ക് ഇറങ്ങി. അപ്പൊ ഇവര് പറഞ്ഞു ഒന്ന് വേഗം വായു പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം ഓടി ചെന്നു. അവർക്ക് നീന്തലറിയില്ലായിരുന്നു? നീന്തലറിയാം, പക്ഷെ കാല് കുഴഞ്ഞതാ. ചുരിദാർ ഇട്ടുണ്ടായി. അപ്പൊ ഇവര് പറഞ്ഞു ഒന്ന് വേഗം വായു പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഇവര് ഇങ്ങനെ മുങ്ങി താന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചാടി. എന്നിട്ട് ചേച്ചീനെ കൈ പിടിച്ച് കിട്ടില്ല. അപ്പൊ ഞാൻ വേഗം ഡ്രസ്സ് പിടിച്ച് വലിച്ചിട്ട് കയറ്റി. ചേച്ചിനെ ആദ്യം പിടിച്ച് കയറ്റി. പിന്നെ അപ്പതിനും അമ്മ പകുതി ഇങ്ങനെ എത്തിണ്ടായി. അപ്പൊ അമ്മേനെയും പിടിച്ച് കയറ്റി. അപ്പതിനും വേറെ ചേച്ചി ഉണ്ടായി അവിടെ. അവർക്ക് നീന്തൽ അറിയണ്ടായില്ലേ? 2 പേരുണ്ട്, 3 പേരുണ്ട്. അവർക്ക് നീന്തൽ അറിയണ്ടായില്ല. അപ്പൊ ആ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങോട്ട് കയറ്റിക്കോളൂ, ഞാൻ അമ്മേനെ അപ്പത്തിന് എടുക്കട്ടെ പറഞ്ഞു. എന്നിട്ട് 2 ആളും പിടിച്ച് കയറ്റി. അപ്പതിനും അവിടുന്ന് ആൾക്കാർ വന്നിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ടുണ്ടായി. അപ്പൊ അതൊക്കെ തട്ടി കളഞ്ഞു. ചേച്ചി. എന്നിട്ട് അപ്പത്തിന് ആൾക്കാരൊക്കെ വന്നു. ആ കൂടെ വഴി ഉണ്ടായി. ആ വഴി കൂടെ പോയി ഡോക്ടറായിട്ട് എടുത്തിക്കൊണ്ടേ. മോന് നീന്തൽ അറിയാമോ? നീന്തൽ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ നീന്തൽ പഠിച്ചു? ഇവിടെ ഈ കുളത്തിലൊക്കെ പോയിട്ടാണോ അതോ? കുളത്ത് പോയിട്ട്. അതെ, നന്നായിട്ട് നീന്തും. മോന് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് അല്ലേ? മോന് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് അവര് രക്ഷപ്പെട്ടത്. അപ്പൊ മീതെ നിന്നിരുന്ന എന്റെ മരുമകനാണ്. മീതെ നിന്നിരുന്ന അവൾക്ക് നീന്തൽ അറിയില്ല. ഹൈ, അപ്പൊ ഇവരെ പിടിച്ച് ഇവർക്ക് കിട്ടാവുന്ന തരത്തിൽ ആക്കി കൊടുത്ത് അവരെ കൊണ്ട് വലിപ്പിച്ച് കയറ്റി. ഒഴുക്കുള്ള സ്ഥലമായിരുന്നു. പിന്നെ കുളത്തിലേക്ക് പാടത്തുനിന്ന് വെള്ളം വരുന്നുണ്ട്. പാടത്തുനിന്ന് വെള്ളം വന്നിട്ട് നമ്മൾ ഡാം തുറന്ന എങ്ങനെ ചാടും, ആ ജാതിയിലെ ഈ കുളത്തിലേക്ക് ചാടുന്നത്. കുളത്തിലേക്ക് ചാടുന്ന ആ ഫോഴ്സ് അടിയൊഴുക്ക് മാതിരി എത്ര അകലേശം ഉണ്ടോ അതിന്റെ ചുഴി മാതിരി. ഈ കുളച്ചാൽ പഴയകാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു അശ്രീരം പിടിച്ച കുളമാണ്, ചുഴിയുള്ള കുളം അത്രേ. പഴയകാലത്ത് ഈ കുളത്തിൽ തന്നെ ഇതുമാതിരി മുങ്ങി താന്നിട്ട് ആൾക്കാർ മരിച്ചിട്ടുണ്ട് അത്രേ. ചുഴിയുണ്ടേ. ഈ നമുക്ക് പിന്നെ നീന്തൽ അറിയാവുന്നുള്ളതൊക്കെ, പക്ഷെ നീന്തല മാത്രമല്ലല്ലോ, ഒരു ധൈര്യം വേണല്ലോ. അതെ, തീർച്ചയായിട്ടും. നമുക്കിപ്പോ നീന്തൽ അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന് എടുത്ത് ചാടാനുള്ള ഒരു ധൈര്യം കൂടി വേണം. അപ്പൊ അവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു മനസ്ഥിതിയോട് ചാടിയതാണ്. അപ്പൊ അതിന് ഒരു വലിയൊരു അപ്രീസിയേഷൻ കൊടുക്കണം നമ്മള്. തീർച്ചയായിട്ടും അതാണ് മെയിനായിട്ട്. എന്തായാലും ഇവന് നാടിന്റെ ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ ചാത്തന്നൂർ സ്കൂളിന്റെ അല്ലേ? സ്കൂളിൽ നിന്ന് മറ്റേ അധ്യാപകരൊക്കെ വിളിച്ചോ? അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു നന്നായി പറഞ്ഞു. എങ്ങനെ ചാടാൻ ധൈര്യം വന്നു. അതിനുശേഷം പിന്നെ സ്കൂള് തുറന്നിട്ടില്ലല്ലോ അല്ലേ? പോയിട്ടില്ല. സ്കൂളിൽ ചെല്ലുമ്പോ സ്കൂളിലൊരു താരാവും. ചാത്തന്നൂർ സ്കൂളല്ലേ? ടീച്ചേഴ്സ് വന്നിരുന്നോ അതോ അവര് വിളിക്കാതെ? പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ എങ്ങനെ വന്ന് അവരൊക്കെ അറിഞ്ഞോ സംഭവം? അനുമോദിച്ചു. അതെ, നാട്ടുകാരെല്ലാരും കൂടി അനുമോദം വന്നു. ഏട്ടനല്ലേ ഇത്? അപ്പൊ ഏട്ടൻ ഈ നാട്ടിലെ വലിയൊരു താരായിട്ട് മാറി. അമ്മയെ ഏട്ടത്തിനൊക്കെ കുളത്തുനിന്ന് രക്ഷിച്ചു. എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഞാനിപ്പം പോയിണ്ടായി. അപ്പോ പെട്ടെന്ന് ഇവര് മുങ്ങണ കണ്ടപ്പോഴാണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വേഗം ചാടി രക്ഷിച്ചു. ഈ നീന്തൽ അറിയോ? എനിക്കറിയില്ല. നീന്തൽ പഠിക്കണം തോന്നുന്നുണ്ടോ? അപ്പൊ ഇവനെ നീന്തൽ അറിയുന്നതുകൊണ്ടാണ് അമ്മയും ഏട്ടത്തിന് രക്ഷപ്പെട്ടത് അല്ലേ? അപ്പൊ നീന്തലൊക്കെ പഠിക്കണം. ഓക്കെ. അപ്പൊ ശ്രീകാന്ത് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായിരിക്കുകയാണ്. സ്വന്തം അമ്മയെയും സഹോദരിയെയും കുളത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രീകാന്തിന് കഴിഞ്ഞത് ശ്രീകാന്തിന് നീന്തൽ അറിയാം എന്നുള്ളത് കൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കൊന്നും എല്ലാവർക്കും നീന്തൽ അറിഞ്ഞുകൂടാ. നീന്തൽ അറിയാം എന്നുള്ളത് കൊണ്ടാണ്, അതോടൊപ്പം അവരെ രക്ഷിക്കാം എന്നുള്ളൊരു ധൈര്യം കൂടി ഇവന് വന്നതുകൊണ്ടാണ് ആ അമ്മയെയും ആ സഹോദരിയെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവന് കഴിഞ്ഞത്. ധൈര്യപൂർവ്വം 2 പേരുടെയും ജീവൻ രക്ഷിച്ച ശ്രീകാന്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും.